നമസ്കാരം. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു ലക്ഷ്യത്തിന്റെ തൊട്ടടുത്തെത്തുമ്പോൾ പെട്ടെന്ന് അയ്യോ ഇതിനൊക്കെ എന്താ ഒരു അർത്ഥം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇതാണ് ആ ചോദ്യത്തിന്റെ ആദ്യത്തെ ഭാഗം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ജീവിതകാലം മുഴുവൻ കാത്തിരുന്നൊരു നിമിഷമാണ് മുന്നിൽ. എന്നിട്ടും വിജയം കയ്യെത്തും ദൂരത്തുള്ളപ്പോ പുള്ളി ചോദിക്കുകയാണ്, ഈ രാജ്യം, ഈ സുഖങ്ങൾ എന്തിന്, ഈ ജീവിതം പോലും എന്തിനാണ്? ഇത് വെറുമൊരു സംശയമല്ല, ഒരു മനുഷ്യന്റെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു വലിയൊരു തകർച്ചയുടെ തുടക്കമാണത്. പക്ഷേ ആ ചോദ്യം അവിടെ തീർന്നില്ല കേട്ടോ. അതിന്റെ രണ്ടാം ഭാഗം ഒരു വാചകം പൂർത്തിയാക്കാതെ അവിടെ നിൽക്കുകയാണ്. ആർക്കു വേണ്ടിയാണോ ഇതെല്ലാം ആഗ്രഹിക്കുന്നത്? ആ ഒരു നിശബ്ദതയിലാണ് ആ യുദ്ധത്തിന്റെ മുഴുവൻ ഭാരവും ഇരിക്കുന്നത്. ആ ചോദ്യം പൂർത്തിയാക്കാൻ പോലും അർജുനന് കഴിയുന്നില്ല. കാരണം ആ ഉത്തരത്തിലാണ് ആ തകർച്ചയുടെ ആഴം മുഴുവനുള്ളത്. നമുക്കതിലേക്കൊന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അർജുനൻ ഇവിടെ ചുമ്മാ എനിക്ക് വിജയം വേണം എന്ന് പറയുകയല്ല. അതിനപ്പുറം വിജയത്തിന് ശരിക്കും എന്തു മൂല്യമുണ്ട് എന്ന് തന്നെ ചോദ്യം ചെയ്യുകയാണ്. 13 വർഷത്തെ കഷ്ടപ്പാടുകൾക്ക് ശേഷം കിട്ടാൻ പോകുന്ന ആ വലിയ സമ്മാനത്തിന് യഥാർത്ഥത്തിൽ എന്ത് വിലയുണ്ടെന്നാണ് അയാൾ ചിന്തിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ അങ്ങേര് ചോദ്യം ചെയ്യുന്നത് ആ രാജ്യത്തെയാണ്. ഹസ്തിനപുരിയുടെ സിംഹാസനം, ആ പാരമ്പര്യം, തന്റെ കഷ്ടപ്പാടുകളുടെ എല്ലാം ഫലം. ഇത്രയും കാലം എന്തിനു വേണ്ടിയാണോ പൊരുതിയത്, ആ ലക്ഷ്യത്തെ തന്നെയാണ് ആദ്യം തള്ളിക്കളയുന്നത്. ഈ രാജ്യം കൊണ്ട് എന്ത് പ്രയോജനമെന്ന്. അടുത്തതെന്താന്ന് വെച്ചാൽ ആ രാജ്യത്തിലൂടെ കിട്ടുന്ന സുഖങ്ങളെക്കുറിച്ചാണ് ചോദ്യം. അധികാരവും സമ്പത്തും വരുമ്പോ കൂടെ വരുന്ന എല്ലാ സന്തോഷങ്ങളും ആസ്വാദനങ്ങളും, അതിനൊക്കെ എന്ത് വിലയാണുള്ളതെന്ന് അയാൾ ചോദിക്കുകയാണ്. അവസാനം പുള്ളി എത്തുന്നത് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ചോദ്യത്തിലേക്കാണ്. ഈ ജീവിതം തന്നെ, രാജ്യവും വേണ്ട, സുഖങ്ങളും വേണ്ടെങ്കിൽ പിന്നെ ഈ ജീവിതം കൊണ്ടുതന്നെ എന്താണ് കാര്യം? ഈ ഒരു ചോദ്യത്തോടെ അർജുനന്റെ നിരാശ അതിന്റെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തുകയാണ്. അപ്പൊ നോക്കൂ, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അർജുനൻ തള്ളിക്കളയുന്നത് മനുഷ്യന്മാർ സാധാരണയായി ആഗ്രഹിക്കുന്ന 3 അടിസ്ഥാന കാര്യങ്ങളെയാണ്. 1, ഭൗതികമായ നേട്ടങ്ങൾ, അതായത് രാജ്യം. 2, ഇന്ദ്രിയപരമായ അനുഭവങ്ങൾ, അതായത് സുഖങ്ങൾ. 3, വൈകാരികമായ സംതൃപ്തി, അതായത് സന്തോഷം. ഇവ 3ഉം വേണ്ടെന്ന് വെക്കുന്നതിലൂടെ ജീവിതത്തിന്റെ പരമ്പരാഗതമായ എല്ലാ ലക്ഷ്യങ്ങളെയും അയാൾ തള്ളിക്കളയുകയാണ്. ഈ ഒരു പ്രതിസന്ധിയുടെ നടുക്ക് വെച്ച് അർജുനൻ കൃഷ്ണനെ ഒരു പ്രത്യേക പേര് വിളിക്കുന്നുണ്ട്, ഗോവിന്ദൻ. ഇത് വെറുമൊരു വിളിയല്ല. ഈ ഒരൊറ്റ വാക്കിൽ അർജുനന്റെ ഉള്ളിലെ സംഘർഷം മുഴുവനും ഒളിഞ്ഞിരിപ്പുണ്ട്. ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ പശുക്കളുടെ അധിപൻ എന്നാണ് പ്രധാനപ്പെട്ട ഒരു അർത്ഥം. ഇത് കൃഷ്ണന്റെ വൃന്ദാവനത്തിലെ ആ ലളിതവും സന്തോഷം നിറഞ്ഞതുമായ കുട്ടിക്കാലത്തെ ഓർമ്മിപ്പിക്കുന്നു. പശുക്കളെ പരിപാലിക്കുന്ന, പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്ന ഒരാൾ എന്ന അർത്ഥത്തിൽ ഇന്ദ്രിയങ്ങൾക്ക് സന്തോഷം നൽകുന്നവൻ എന്നും ഈ പേരിന് ഒരു അർത്ഥം പറയാറുണ്ട്. അപ്പോ എന്തിനായിരിക്കും അർജുനൻ ഈ ഒരു സമയത്ത് ഈ പേരുപയോഗിച്ചത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു വശത്ത് ജീവനെ സംരക്ഷിക്കുന്ന ലളിതമായ സന്തോഷം നിറഞ്ഞ വൃന്ദാവനം, മറുവശത്ത് എല്ലാം നശിപ്പിക്കാൻ പോകുന്ന കുരുക്ഷേത്രത്തിലെ കൊടും ക്രൂരത. പശുക്കളെ പോലും സ്നേഹത്തോടെ നോക്കിയ ആ ഗോവിന്ദനോടാണ് സ്വന്തം ബന്ധുക്കളെ കൊല്ലേണ്ടി വരുന്നതിന്റെ വേദന അർജുനൻ പറയുന്നത്. അപ്പോ അർജുനന്റെ ഈ ഒരു അവസ്ഥ വെറുമൊരു വികാര പ്രകടനം മാത്രമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനു പിന്നിൽ വളരെ ശക്തമായൊരു ലോജിക് ഉണ്ട്. ആ യുക്തിയുടെ ഓരോ പടിയായി നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ഇതാണ് അർജുനന്റെ ഉള്ളിലെ ആ സഹിക്കാൻ പറ്റാത്ത സത്യം. ആർക്കു വേണ്ടിയാണോ താൻ ഈ രാജ്യവും സുഖങ്ങളുമൊക്കെ ആഗ്രഹിച്ചത്, അവരെ തന്നെ ഈ യുദ്ധത്തിൽ കൊല്ലേണ്ടി വരും എന്ന യാഥാർത്ഥ്യം. ആ ഒരു ചിന്ത പൂർത്തിയാക്കാൻ പോലും അയാൾക്ക് പറ്റുന്നില്ല. അർജുനന്റെ ലോജിക് വളരെ സിമ്പിൾ ആണ്. നോക്കൂ, 1, നമ്മൾ രാജ്യവും സുഖങ്ങളുമൊക്കെ ആഗ്രഹിക്കുന്നു. 2, അത് നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. 3, പക്ഷെ ആ പ്രിയപ്പെട്ടവരെ തന്നെ ഇല്ലാതാക്കേണ്ടി വന്നാലോ? അപ്പോ 4ാമത്തെ ചോദ്യം വരും, പിന്നെ ആ ആഗ്രഹിച്ച വസ്തുക്കൾക്കൊക്കെ എന്തു വിലയാണുള്ളത്? ഈ ഒരു ചിന്തയുടെ ഉള്ളിൽ നിന്ന് നോക്കിയാൽ അർജുനൻ പറയുന്നതിൽ ഒരു തെറ്റുമില്ല, അല്ലേ? അപ്പൊ ശരിക്കും നമ്മളിവിടെ എത്തി നിൽക്കുന്നത് ഒരു വലിയ ചോദ്യത്തിന്റെ മുന്നിലാണ്. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്നേഹവും തമ്മിൽ നേർക്കുനേർ വന്നാൽ എന്ത് സംഭവിക്കും? നമ്മൾ എന്ത് നേടാൻ ആഗ്രഹിക്കുന്നു എന്നതും ആർക്കു വേണ്ടി അത് നേടുന്നു എന്നതും 2 വഴിക്കായി പോകുമ്പോഴുള്ള ഒരു സംഘർഷമാണത്. ശ്രദ്ധിക്കണം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അർജുനൻ ഈ പറയുന്നത് പേടികൊണ്ടല്ല, മറിച്ച് തന്റെ കുടുംബത്തോടും ഗുരുക്കന്മാരോടുമുള്ള അത്രയും ആഴത്തിലുള്ള സ്നേഹത്തിൽ നിന്നാണ്. ഞാൻ സ്നേഹിക്കുന്നവരെയെല്ലാം കൊന്നിട്ട് നേടുന്ന ഈ വിജയത്തിന് എന്താണൊരർത്ഥം?
എന്ന ചോദ്യം സ്നേഹത്തിന്റെ യുക്തിയാണ്, ഭീരുത്വത്തിൻ്റെതല്ല. ഇതാണ് ആ യുദ്ധത്തിന്റെ ഏറ്റവും വലിയൊരു ട്രാജഡി, ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്. അതായത് ലക്ഷ്യം നേടാനുള്ള വഴി, അതായത് യുദ്ധം, ആ ലക്ഷ്യത്തിന് അർത്ഥം കൊടുക്കുന്ന കാരണത്തെ തന്നെ, അതായത് കുടുംബത്തെ ഇല്ലാതാക്കുന്നു. പ്രിയപ്പെട്ടവരെ രക്ഷിക്കണമെങ്കിൽ ലക്ഷ്യം ഉപേക്ഷിക്കണം, ലക്ഷ്യം നേടണമെങ്കിലോ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുത്തണം. ഒരു തരത്തിലും ജയിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അർജുനൻ. ഓക്കെ, ഇതെല്ലാം ആയിരക്കണക്കിന് വർഷം മുൻപ് ഒരു യുദ്ധക്കളത്തിൽ നടന്ന കാര്യമല്ലേ എന്ന് തോന്നാം. പക്ഷേ ഇതൊന്ന് നിർത്തി ആലോചിച്ചു നോക്കൂ. ഇത് അർജുനന്റെ മാത്രം പ്രശ്നമല്ല, ഇത് നിങ്ങളുടെയും എന്റെയും ഒക്കെ പ്രശ്നമാണ്. നമ്മുടെ ജോലിക്കും കുടുംബത്തിനും ഇടയിൽ, നമ്മുടെ സ്വപ്നങ്ങൾക്കും ബന്ധങ്ങൾക്കും ഇടയിൽ നമ്മൾ എല്ലാവരും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോ ഈ ഒരൊറ്റ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാൻ പറ്റുന്നത്? നമ്മൾ ജീവിതത്തിൽ ഓരോന്നും നേടാൻ ഓടുമ്പോ എന്തിനാണത് ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് ബാധിക്കുന്നത്? എല്ലാ ഭൗതിക നേട്ടങ്ങൾക്കും അപ്പുറം അവസാനം നമ്മൾ വില കൊടുക്കുന്നത് നമ്മുടെ ബന്ധങ്ങൾക്കല്ലേ? അപ്പോ അവസാനം ഈ വിശകലനം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അർജുനന്റെ അതേ ചോദ്യത്തിലേക്കാണ്. ഒരുപക്ഷേ ഇതിന് ലളിതമായൊരു ഉത്തരമുണ്ടാവില്ല. നിങ്ങൾ ആർക്കു വേണ്ടിയാണോ ജീവിക്കുന്നതും കഷ്ടപ്പെടുന്നതും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അവരെ തന്നെ ഇല്ലാതാക്കുമെന്ന് വന്നാൽ നിങ്ങൾ എന്തു ചെയ്യും? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.